കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, 14 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അവൻ ഗലീലി കടൽ തീരത്തുകൂടെ കടന്നു പോകുമ്പോൾ ശിമിയോനെയും അവൻ്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. മീൻപിടുത്തക്കാരായ അവർ കടലിൽ വലയെറിയുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കുറച്ചു ദൂരം കൂടി പോയപ്പോൾ സബദിയുടെ പുത്രനായ യാക്കോബിൻ്റെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേടുപോക്കുകയായിരുന്നു. ഉടനെ അവൻ അവരെയും വിളിച്ചു. അവർ പിതാവായ സബദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട 3 വായനകളും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ സന്ദേശമാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുക. ഇത് മറന്നിട്ടോ ഇതേക്കുറിച്ച് ആലോചിക്കാതിരിക്കുകയോ ഇതിനെ തമസ്കരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്തതുകൊണ്ട് നമുക്ക് ഈ ഒരു സത്യത്തെ നിഷേധിക്കാൻ പറ്റില്ല. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആത്മരക്ഷയെ പ്രതി, നമ്മുടെ നിത്യരക്ഷയെ പ്രതി, സുവിശേഷത്തെ പ്രതി നമ്മുടെ ജീവിതം നാം നിരന്തരം ക്രമപ്പെടുത്തേണ്ടവരാണ് എന്നുള്ള സത്യം. ആദ്യ വായന നോക്കി കാണാം. വായിച്ചത് നമുക്ക് ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലായി കാണും. യോന നിനീവയിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുകയാണ്. അവിടെ കർത്താവ് അയക്കുമെന്ന് പറഞ്ഞ ശിക്ഷ, അതിൽ നിന്ന് കർത്താവ് മനസ്സ് മാറ്റി. കർത്താവ് മനസ്സ് മാറ്റുന്ന ചില അനുഭവങ്ങളിൽ ഒന്നാണ് നമ്മൾ നമ്മുടെ ദുഷ്ടതയിൽ നിന്നും പിന്തിരിഞ്ഞ് കർത്താവിൻ്റെ സ്വരത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമ്മൾ തയ്യാറാണെങ്കിൽ കർത്താവ് നമ്മുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ ശിക്ഷ പിൻവലിക്കുമെന്നുള്ളതാണ് ആദ്യ വായന നമ്മൾ കാണുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ജീവിതത്തെ ക്രമപ്പെടുത്താനും തമ്പുരാൻ്റെ മുമ്പിൽ പാപത്തെ ഓർത്ത് നിലവിളിക്കാനും തമ്പുരാൻ്റെ കാരുണ്യത്തിന് വേണ്ടി ജീവിതത്തെ ചേർത്ത് വയ്ക്കാനൊക്കെ തയ്യാറായവരുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ തീരുമാനം വരെ മാറിയിട്ടുണ്ട്. ഹെസ്കിയാ രാജാവ് മരിക്കാൻ കിടക്കുക. പ്രവാചകൻ വന്നിട്ട് പറഞ്ഞ്, നീ നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊള്ളുക, കാരണം നീ മരിക്കാൻ പോവാ. പവൻ തമ്പുരാൻ്റെ മുമ്പിൽ നിലവിളിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും തൻ്റെ ജീവിതത്തെ കർത്താവിൻ്റെ സ്വരത്തിനനുസരിച്ച് ക്രമപ്പെടുത്തുകയും ചെയ്തപ്പോൾ വചനം പറയാണ്, 15 വർഷത്തേക്ക് അവൻ്റെ ആയുസ് നീട്ടിക്കൊടുത്തു. അപ്പോൾ നമ്മൾ നമ്മുടെ ദുഷ്ടതയിൽ നിന്നും ദൈവസ്നേഹരാഹിത്യങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെ മാറി കർത്താവിൻ്റെ സ്നേഹത്തിലും അവൻ്റെ കാരുണ്യത്തിലും വിശ്വസിക്കുകയും ജീവിതം കർത്താവിൽ അർപ്പിക്കുകയും അങ്ങനെ തമ്പുരാൻ്റെ ഹിതപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള അനർത്ഥങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നൊക്കെ ദൈവം മനസ്സ് മാറ്റി നമ്മളെ വീണ്ടെടുക്കുമെന്നുള്ള വലിയൊരു സന്ദേശമുണ്ട്. ഇത് പലർക്കും പല സമയത്തും മനസ്സിലാകാറില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ദുഷ്ടഹൃദയത്തിൽ തുടരുന്നവരുണ്ട്, ദുഷ്ടതയിൽ തന്നെ തുടരുന്നവരുണ്ട്, പാപത്തിൽ തുടരുന്നവരുണ്ട്. അവിടെ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കില്ല. ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുന്നത് ഒരു ജീവിതത്തിൻ്റെ മേലും കുടുംബത്തിൻ്റെ മേലൊക്കെ സ്വർഗത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുന്നത്, വചനം പറയുന്നത് പോലെ, ഒരുവൻ തൻ്റെ പാപത്തെ വെറുത്തുപേക്ഷിക്കുകയും പാപത്തെ ഏറ്റുപറയുകയും പാപം അനാവരണം ചെയ്യുന്നിടത്താണ് സ്വർഗത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുന്നതെന്നാണ് വചനം പറയുന്നത്. 1 യോഹന്നാൻ 1:7-9 വചനമൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരുന്നു, നീ പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നീതിമാനും വിശ്വസ്തനുമാകിയാൽ സകല പാപങ്ങളിൽ നിന്നെ ശുദ്ധീകരിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്, നീ പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ
കർത്താവ് നിന്നോട് കരുണ കാണിക്കുമെന്നാണ്. അപ്പോ ദൈവത്തിന്റെ കരുണ അനുഭവിക്കണമോ? അതിന് നമ്മൾ നൊവേനകൾ കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ആത്മീയ ശുശ്രൂഷകൾ ചെയ്ത് അതിലൂടെ ഫലം അനുഭവിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ട് അർത്ഥമില്ല. മറിച്ച് ദൈവം എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, സ്വർഗത്തിന്റെ കരുണ അനുഭവിക്കുവാൻ ദൈവം എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, അതിനൊറ്റ മാനദണ്ഡമേ ഉള്ളൂ: പാപത്തെ ഉപേക്ഷിക്കുക, ദൈവസ്നേഹത്തെ പ്രതി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. അവിടെ മാത്രമാണ് ദൈവത്തിന്റെ കരുണ വർഷിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരു കുരിശടി പണിത് കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ദേവാലയം സംബന്ധിച്ച് നമ്മൾ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചത് കൊണ്ടും കർത്താവിന്റെ കരുണ അനുഭവിക്കാൻ പോകുന്നില്ല. സ്വർഗത്തിന്റെ കരുണ അനുഭവിക്കുന്നത് നമ്മൾ പാപം ഏറ്റുപറയുന്നിടത്താണ്, നമ്മളിലുള്ള പാപം അനാവരണം ചെയ്തിട്ട് തമ്പുരാന്റെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കുന്നിടത്താണ് സ്വർഗത്തിന്റെ കരുണ വർഷി. അതാണ് നിനിവേ സമൂഹത്തിന്റെ മേൽ കർത്താവ് ചെയ്തത്. അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ ശിക്ഷ കർത്താവ് അയച്ചില്ല. ദുഷ്ടരായിരുന്നു, ദുഷ്ടഹൃദയത്തോട് ജീവിച്ചവരായിരുന്നു. പക്ഷെ എങ്കിൽ അവർ മനസ്സ് മാറ്റി, വചനം അവർ മനസ്സ് മാറ്റി കർത്താവിന്റെ വചനം യോനാ പ്രവാചകനിലൂടെ പ്രഘോഷിക്കപ്പെട്ട ദൈവവചനത്തോട് ചേർന്ന് അവർ ജീവിതത്തെ ക്രമപ്പെടുത്തിയപ്പോൾ, ഹെസക്കിയ ജീവിതത്തെ ക്രമപ്പെടുത്തിയതുപോലെ ക്രമപ്പെടുത്തിയപ്പോൾ കർത്താവ് അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ ശിക്ഷ മാറ്റിയിട്ട് അവരെ കർത്താവ് രക്ഷിക്കുകയാണ്. അപ്പൊ നിത്യജീവിതത്തെ പ്രതിയും ആത്മരക്ഷയെ പ്രതിയൊക്കെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള സന്ദേശമാണ് ആദ്യ വായനയിൽ പറയാം. രണ്ടാമത്തെ വായനയിലേക്ക് വന്നപ്പോൾ നമ്മൾ കേട്ടു സമയം പരിമിതമാണ്. സമയം വളരെ പരിമിതമാണ്. നമ്മൾ വിചാരിക്കുന്നത്ര സമയം നമുക്കില്ല. നമ്മൾ വിചാരിക്കും നാളെ, അല്ലെ നമ്മൾ മറ്റേ ലോട്ടറി ടിക്കറ്റായിട്ട് പറയുന്ന പോലെ നാളെ 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 നാളത്തെ കേരളം നാളത്തെ കേരളം. അപ്പൊ ഇന്ന് കേരളം ഇല്ല എന്നാണ് ചോദിക്കുന്നത്. നമ്മളെല്ലാം നാളത്തേക്ക് മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. നമുക്ക് സമയമില്ല, സമയം പരിമിതമാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ട്, അതുകൊണ്ടാണല്ലോ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്തെല്ലാം ലൗകിക കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിൽ മാത്രം വ്യഗ്രചിത്തരാകാതെ നിന്റെ ആത്മരക്ഷ ക്രമപ്പെടുത്തുന്നതിൽ കൂടി നീ ശ്രദ്ധിക്കണമെന്നാണ് രണ്ടാമത്തെ വായനയിൽ പറയുക. കാരണം സമയം പരിമിതമാണ്. നമുക്കറിയില്ല എപ്പോഴെന്ത് സംഭവിക്കുമെന്ന്. ഇപ്പൊ തന്നെ രാവിലെ ഒരു മണിക്കൂർ മുമ്പ് കാനഡയിൽ നിന്നും എൻ്റെ ജ്യേഷ്ഠ വിളിച്ചിട്ട് പറഞ്ഞത് എൻ്റെ പപ്പ സൈലന്റ് അറ്റാക്കായിട്ട് മരിച്ചെന്നാണ്. സൈലന്റ് അറ്റാക്ക്, ഇരുന്നപടി വെറുതെ അവിടെ ഇരുന്നു, കൈകെട്ടിരുന്നു, സൈലന്റ് അറ്റാക്കായിട്ട് മരിച്ചു. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്കൊന്നും സമയം കിട്ടണമെന്നില്ല ജീവിതത്തെ ക്രമപ്പെടുത്താൻ. ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സമയം കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, നിങ്ങളെ സമയം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തുവിൻ. കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിക്കാനാണ്. അപ്പോ അങ്ങനെ ക്രമപ്പെടുത്തുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പലതിനോട് നമ്മൾ വിട പറയേണ്ടി വരും. നമുക്ക് സ്വകാര്യ സന്തോഷം തരുന്ന പല വിഷയങ്ങളുമായിട്ട് നമ്മൾ നമ്മൾ പറയല്ലോ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകാതെ കർത്താവിന്റെ സ്നേഹത്തെ പ്രതി ഉപേക്ഷിക്കേണ്ടി വരും. സുവിശേഷത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് കർത്താവ് തന്റെ അപ്പസ്തോലന്മാരെ വിളിക്കുന്നതാണ്. അവരെല്ലാം ചെയ്തതെന്ന് അറിയാമോ? ഒരുത്തൻ വള്ളം വല അപ്പനെ ഉപേക്ഷിച്ചിട്ട് കർത്താവ് പറഞ്ഞു, നീ എന്നെ അനുഗമിക്ക്, പിന്നാലെ പോവുക. നമ്മൾ വിചാരിക്കും അത് നിസ്സാരമാണെന്ന്, ആ വള്ളവും വലയൊക്കെ ഉപേക്ഷിക്കാൻ. ഒരു മുക്കുവനെ സംബന്ധിച്ചിടത്തോളം വള്ളവും വലയും ഉപേക്ഷിക്കുന്നത് അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. കാരണം എന്താ? അവന്റെ ഇന്നലകളിൽ ഇന്നോളം അവനെ താങ്ങി നിർത്തിയത് ഈ വള്ളമാണ്. ഇന്നും അവനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വള്ളത്തിൽ നിന്ന് കിട്ടുന്നതാണ്. നാളെയുടെ സുരക്ഷിതത്വവും ഈ വള്ളത്തെ അപേക്ഷിച്ചാണ് ഇരിക്കുന്നത്. അപ്പോ അവന്റെ വള്ളവും വലയും ഒക്കെ ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ അവന്റെ ഇന്നലെയും അവന്റെ ഇന്നും അവന്റെ നാളെയും മുഴുവനും ദൈവകരങ്ങളിൽ സമർപ്പിച്ചിട്ട് ദൈവത്തിന്റെ സ്വരം കേട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവത്തിന്റെ പിന്നാലെ പോകാൻ തീരുമാനമെടുക്കുന്നത് അത്ര കണ്ട് എളുപ്പമാണെന്ന് വിചാരിക്കരുത്. അപ്പൊ ഈ ക്രമപ്പെടുത്തുമ്പോ സ്വാഭാവികമായി നമുക്ക് അല്പം ഭാരമുണ്ടാവും, വേദനയുണ്ടാവും. നമ്മൾ സമയം കണ്ടെത്തണം. നമ്മളെല്ലാവരും പറയും നമുക്ക് സമയമില്ലെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്നേഹിക്കാൻ സമയമില്ല, കുമ്പസാരിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, കൗതാശിക ജീവിതത്തിന് സമയമില്ല, ആത്മീയ കാര്യങ്ങൾക്ക് നമുക്ക് സമയമില്ല. ബാക്കി എല്ലാത്തിനും നമുക്ക് സമയമുണ്ട് താൻ. അതാണ്, സിനിമ കാണാൻ സമയമുണ്ട്, ഷോപ്പിങ്ങിന് പോകാൻ സമയമുണ്ട്, അല്ലേ, ജോലി എക്സ്ട്രാ അവേഴ്സ് ജോലി എടുക്കാൻ, അല്ലേ, ഓവർ ടൈം ജോലിക്ക് സമയമുണ്ട്, നമ്മുടേതായ എന്റർടൈൻമെന്റിന് സമയമുണ്ട്, പാപം ചെയ്യാൻ സമയമുണ്ട്, സീരിയൽ കാണാൻ സമയമുണ്ട്, എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല എന്ന് പറയുന്ന എത്രയോ പേര് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ കർത്താവിന്റെ വിളി നമുക്കറിയില്ല എപ്പോഴാണ്. അവര് കർത്താവിന്റെ വിളി സ്വീകരിച്ചപ്പോൾ അപ്പസ്തോലന്മാര് വള്ളം ഉപേക്ഷിച്ചു, വല ഉപേക്ഷിച്ചു. സബദീപുത്രന്മാർ തന്റെ അപ്പനെ ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ സ്വരം കേട്ട് ഉന്നതമായ വിളി. എന്താ?
അവരുടെ ആത്മരക്ഷ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഇന്ന് വരെ നിങ്ങൾ മീനെ പിടിച്ചുകൊണ്ട് നടന്നവരാ. അതായത് ലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ അവൻ അനുദിന ജീവിതത്തിന്റെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്ന. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം. ഒരു ആത്മാവിനെ നേടുന്ന ശുശ്രൂഷയിലേക്ക് നിന്നെ നയിക്കാം. നിത്യരക്ഷയുടെ ശുശ്രൂഷയിലേക്ക്, സുവിശേഷത്തിന്റെ ശുശ്രൂഷയിലേക്ക് നയിക്കാമെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വായനകളെല്ലാം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും പരമോന്നതമായ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ആത്മരക്ഷ അപകടത്തിലാക്കുന്ന വിഷയങ്ങളുടെ മീതെ നമുക്കൊരു ശ്രദ്ധയുണ്ടാകണം. അത് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കണം, നാളത്തേക്കല്ല, ഇന്ന് ശ്രദ്ധിക്കുക. ഈ നിമിഷം നമ്മൾ ശ്രദ്ധിക്കണം. ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സുമായി ജീവിക്കുന്നവരുണ്ടോ? ഹൃദയം കൊണ്ട് ക്ഷമിക്കാൻ പറ്റണം. അതിൽ നമ്മുടെ ആത്മരക്ഷ അപകടത്തിലാണ്. പാപത്തിലും അശുദ്ധിയിലും ദാമ്പത്യ അവിശ്വസ്തതയിലും നിത്യനാശത്തിലേക്ക് നമ്മളെ തള്ളിയിടുന്ന ജീവിതത്തിന്റെ ദുർഗന്ധം വമിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ തിരുത്താൻ നമ്മൾ തയ്യാറാകണമെന്നാണ് വചനം പറയുന്നത്. ആണ് നാളെ തിരുത്താൻ പറ്റുമെന്ന് അറിയില്ല, നാളത്തെ കഴിഞ്ഞ് അതിനൊരു സാഹചര്യം കിട്ടുമെന്ന് നമുക്കറിയില്ല. കാരണം സമയം പരിമിതമാണ്. അത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക എന്നാണ് സുവിശേഷവും വിശുദ്ധ ഗ്രന്ഥം മുഴുവനും നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഈ സുവിശേഷത്തിന്റെ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ തീരുമാനങ്ങളും നമ്മുടെ ആത്മരക്ഷയും മുൻനിർത്തിയാകാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. നിത്യരക്ഷയാകട്ടെ, നിത്യജീവനാകട്ടെ, സ്വർഗമാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തീരുമാനങ്ങളുടെയും റഫറൻസ് പോയിന്റായിട്ട് മാറേണ്ടത്. ഞാൻ ക്ഷമിക്കുന്നതിന് കാരണം എൻ്റെ നിത്യത നഷ്ടപ്പെടാതിരിക്കാനാണ്. ഞാൻ വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് കാരണം എൻ്റെ നിത്യത നഷ്ടപ്പെടാതിരിക്കാനാണ്. ഞാൻ പാപരഹിത ജീവിതം നയിക്കുന്നതിന് കാരണം എൻ്റെ ആത്മരക്ഷയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ നിത്യതയ്ക്ക് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരായി ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗീയ അനുഭവത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം.